ഈ വരുന്ന ആഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം വന്ദേ മാതരം പൂർണ്ണമായി തന്നെ ആലപിക്കണം. തുടർന്ന് ദേശീയ ഗാനവും ജനഗണമന എന്ന ദേശീയ ഗാനവും ചൊല്ലണം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് നിർബന്ധമാക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ഇത് പാലിക്കണം. സർക്കാർ വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം വന്ദേ മാതരം പൂർണ്ണമായി തന്നെ ചൊല്ലണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം. എന്നാൽ ഇതിനോട് യോജിച്ചും വിയോജിച്ചും പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുന്നു. വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലാൻ പറ്റില്ല എന്ന് ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ പറയുന്നു. എന്നാൽ വന്ദേ മാതരം ദേശീയ ഗാനം പോലെ തന്നെ ദേശസ്നേഹം, ദേശഭക്തി തുളുമ്പുന്ന ഗാനം തന്നെയാണ്. ദേശീയ ഗാനത്തോളം തന്നെ പ്രാധാന്യമുള്ള ഗാനം തന്നെയാണ്, അഥവാ ദേശീയ ഗാനം തന്നെയാണ് വന്ദേ മാതരം എന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റൊരു കൂട്ടരും പറയുന്നു. ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത് ജനഗണ മന അതിനായക ജയ എന്ന് നമ്മൾ പാടുന്ന ആ ഗാനം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ദേശീയ ഗാനമായി വന്ദേ മാതരത്തെ കാണാൻ പലർക്കും സാധിക്കുന്നില്ല. അത് പല മത ആചാരങ്ങൾക്കും മത അനുഷ്ഠാനങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരാണ് എന്ന് പല മതസ്ഥരും അഭിപ്രായപ്പെടുന്നു. അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു തിട്ടൂരം ഇറങ്ങിയിരിക്കുന്നത്. നിർബന്ധമായും വന്ദേ മാതരം പൂർണ്ണമായും പാടിയിരിക്കണം. അതിനുശേഷം ചടങ്ങുകൾ അവസാനിക്കുമ്പോൾ സർക്കാർ ചടങ്ങുകൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ചടങ്ങുകൾ അവസാനിക്കുന്ന സമയത്ത് നിർബന്ധമായും ദേശീയ ഗാനവും പാടിയിരിക്കണം. ദേശീയ ഗാനം ജനഗണമന എന്ന ദേശീയ ഗാനം പാടുമ്പോൾ ദേശീയ ഗീതമായി വന്ദേ മാതരം ആദ്യം പാടണം എന്നാണ് ഇപ്പോൾ പുതിയ തിട്ടൂരം ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ പലരും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനോടകം തന്നെ പലരും നേരിട്ടും അല്ലാതെയുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു പ്രസ്താവന നിലനിൽക്കെ തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു തീരുമാനം, തമിഴ്നാട് സർക്കാരിൻ്റെതായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ അവരുടെ നിയമസഭയിൽ ഒരു പ്രമേയം തന്നെ പാസാക്കിയിരിക്കുന്നു. അതായത് തമിഴ് തായ് വാഴ്ത്ത് തമിഴ്നാടിന്റെ സർക്കാർ സ്ഥാപനങ്ങളിൽ, അത് വിദ്യാലയങ്ങളാവട്ടെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളാവട്ടെ, സർക്കാർ സ്ഥാപനങ്ങളിൽ തമിഴ് തായ് വാഴ്ത്താണ് ആദ്യം പ്രാർത്ഥനാ രൂപത്തിൽ ചെല്ലുക. അല്ലെങ്കിൽ തമിഴ്നാടിന്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന ഈ ഗാനം, ഇതാണ് തമിഴ് തായ് വാഴ്ത്ത്. ഈ ഗാനമാണ് ആദ്യം പാടാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. 1891 മനോന്മണീയം സുന്ദരനാർ രചിച്ച മനോന്മണീയം എന്ന പ്രശസ്ത നാടകത്തിന്റെ ആമുഖത്തിൽ നിന്നുള്ള വരികളാണ് തമിഴ് തായ് വാഴ്ത്ത്. 1970 നവംബർ 23 സർക്കാർ ചടങ്ങുകളിൽ ആദ്യ ഗാനമായി ഇത് ആലപിക്കണം എന്ന ഉത്തരവ് തമിഴ്നാട് സർക്കാർ ആദ്യം പുറപ്പെടുവിച്ചത്. അപ്പോ ഈ മനോന്മണീയത്തിലെ ആദ്യ ഖണ്ഡത്തിൽ വരുന്ന ഈ തമിഴ് തായ് വാഴ്ത്താണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമ്പരാഗതമായ ഗീതം, അല്ലെങ്കിൽ തമിഴ് ജനതയെ, തമിഴ് സംസ്കാരത്തെ വാഴ്ത്തിപ്പാടുന്ന ഗാനം തമിഴ് തായ് വാഴ്ത്ത്. ഇത് പാടാതെ ഒരു കാരണവശാലും തമിഴ്നാട് സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു ചടങ്ങും പാടില്ല എന്ന് തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. അതിന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഈ പ്രമേയം ഐകകണ്ഠേന പാസാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി വിജയ് സി ജോസഫാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. അപ്പൊ തമിഴൻ എന്ന് പറയുന്നത് തമിഴരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗമോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയോ മാത്രമല്ല, ഒരു ജനതയുടെ മുഴുവൻ വികാരമാണ്, അഭിമാനമാണ്, അവകാശമാണ്, അധികാരമാണ് തമിഴ് എന്ന്. തമിഴ് തായ് വാഴ്ത്ത് കഴിഞ്ഞിട്ടേ ദേശീയ ഗാനത്തിന് പോലും പ്രസക്തിയുള്ളൂ എന്ന് തന്നെയാണ് അവരും ശഠിക്കുന്നത്. കാരണം ഇനിയിപ്പോ വന്ദേമാതരം പാടണമെങ്കിലും ദേശീയ ഗാനം പാടണമെങ്കിലും അവർ തയ്യാറാണ്, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ദേശീയ ഗാനമോ ദേശീയ ഗീതമോ ആലപിക്കാം. പക്ഷെ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ചൊല്ലിയിട്ടേ തമിഴ്നാട്ടിൽ ഏത് സർക്കാർ പരിപാടികൾക്കും മറ്റു ഗാനങ്ങൾ പാടുകയുള്ളൂ. വന്ദേമാതരമായാലും ദേശീയ ഗാനമായാലും ആദ്യം തമിഴ് തായ് വാഴ്ത്ത് തന്നെ ആയിരിക്കും
അത്തരത്തിലുള്ള ഒരു പ്രമേയം തന്നെയാണ് വിജയ് സർക്കാർ കഴിഞ്ഞ ദിവസം പാസാക്കിയത്. അതിന് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കി എന്ന് പറയുമ്പോൾ തമിഴിന്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ, തമിഴരുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ തമിഴ്നാട് ഒറ്റക്കെട്ടായി പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഭേദമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഈ ഒരു ഒത്തൊരുമ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. തമിഴ് എന്ന ഒരു വികാരം എല്ലാ തമിഴ് മക്കൾക്കും ഉള്ളിലുണ്ട്. അവരുടെ അഭിമാനവും അവകാശവും അധികാരവും എല്ലാം അത് തന്നെയാണ്. അപ്പോൾ തമിഴിനെ സംബന്ധിച്ച്, തമിഴ്നാടിനെ സംബന്ധിച്ച്, തമിഴിനെ സംബന്ധിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ തീർച്ചയായും അവിടെ മറ്റഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. അവരൊന്നാണ്. തമിഴ് തായ് വാഴ്ത്ത് തമിഴ്നാട് സർക്കാർ പരിപാടികളിൽ ആദ്യം ആലപിക്കണം എന്നുള്ള ആ ഒരു പ്രമേയത്തോട് ആർക്കും മുഖം തിരിഞ്ഞു നിൽക്കാൻ ആരും തയ്യാറായില്ല. എല്ലാവരും ഒരേ മനസ്സോടുകൂടി അത് ഏറ്റുപറയുകയായിരുന്നു. അങ്ങനെ പ്രമേയം പാസാക്കി. ഇവിടെ കേരളം ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം മുഴുവൻ പാടണോ, അത് ഭാഗികമായി പാടണോ, ഇനി അത് പാടണോ വേണ്ടയോ എന്ന് തന്നെയുള്ള ചിന്താഗതികൾ രൂപപ്പെടുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ചിന്തിക്കുന്നതേ ഉള്ളൂ. തമിഴ്നാട് ഇതിന് പ്രമേയം തന്നെ പാസാക്കി എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഗവർണറുടെ വസതിയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ അവിടെ ഭാരതാംബയുടെ ചിത്രം കണ്ടതിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിച്ചു പോകുന്ന ഒരു മന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വന്ദേമാതരം ആലപിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കില്ല എന്ന് പല മന്ത്രിമാരും, ഇപ്പോൾ UDF-നകത്തുള്ള മന്ത്രിമാരും അല്ലെങ്കിൽ ചില പ്രവർത്തകരുമെല്ലാം ഇപ്പോഴേ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം വിഷയങ്ങളിലെല്ലാം തമിഴ്നാട് പുലർത്തിയിരിക്കുന്ന ഒരു കാര്യം നമുക്ക് എടുത്തു പറയത്തക്കത് തന്നെയാണ്. തമിഴ് വംശജരുടെ വികാരം തമിഴ് തായ് വാഴ്ത്താണ്. അതിനാണ് പ്രാധാന്യം, അതിനാണ് പ്രാമുഖ്യം. അത് കഴിഞ്ഞിട്ട് മറ്റെന്തുമാവാം. ദേശീയതയും പ്രാദേശികതയും ഒരുപോലെ തന്നെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസവും അവരുടെ സങ്കല്പവും. അത് തന്നെ ദേശീയതയിൽ അധിഷ്ഠിതമായിരിക്കുമ്പോഴും പ്രാദേശികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ പാരമ്പര്യത്തെയും പരമ്പരാഗത മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കണം. ജന്മനാട്, എന്ന നാട് ജന്മനാട് എന്ന് പറയുന്നത് പോലെ വന്ദേമാതരം എന്ന പോലെ, ജനഗണമന എന്നതുപോലെ നെഞ്ചോട് ചേർത്ത് ആത്മാവിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന വികാരം തന്നെയാണ് തമിഴ് തായ് വാഴ്ത്ത്. എന്തായാലും തമിഴ് തായ് വാഴ്ത്ത് കഴിഞ്ഞിട്ട് വന്ദേമാതരം ആലപിക്കൂ, ദേശീയഗാനം ആലപിക്കൂ എന്ന തരത്തിൽ തമിഴ്നാട് സർക്കാർ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. കേരളത്തിൽ ആർക്കൊക്കെ വന്ദേമാതരം പാടാം, ആർക്കൊക്കെ പാടാൻ പറ്റില്ല എന്നുള്ള ചിന്ത ഇവിടെ ഉടലെടുക്കുന്നതേ ഉള്ളൂ. സ്വാതന്ത്ര്യദിനത്തിന് ഇനി കേവലം ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇത്തരം ഒരു പ്രസ്താവന തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, പ്രമേയം പാസാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറെ ശ്ലാഘനീയം തന്നെയാണ് എന്ന് പറയാതെ വയ്യ.